ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 33ാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് 3 ഏപ്രിൽ 2024 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയറുമായി നടന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. വിമുക്ത ഭടന്മാരെയും ആശ്രിതരെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നടന്ന ചർച്ചകൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, എൻഹാൻസ്മെൻറ്റ് ഓഫ് അഡീഷണൽ പെൻഷൻ, അതായത് 20% അഡീഷണൽ പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച്. ഇപ്പോഴുള്ള നിയമമനുസരിച്ച് 20% അഡീഷണൽ പെൻഷൻ ലഭിക്കുന്നത് 80 വയസ്സ് പൂർത്തിയായതിന് ശേഷമാണ്. എന്നാൽ അത് 65 വയസ്സ് മുതൽ 5% എന്ന നിരക്കിൽ ഓരോ 5 വർഷങ്ങളിലും വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതായത് 65 വയസ്സിൽ 5%, 70-ാം വയസ്സിൽ 10%, 75-ാം വയസ്സിൽ 15%, 80 വയസ്സിൽ 20% ആയി അനുവദിക്കണം. ജോയിൻറ്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇത് സംബന്ധിച്ച് മറുപടി നൽകിയത്, ഇത് സംബന്ധിച്ച് സാമ്പത്തികകാര്യ വകുപ്പിൻ്റെ ബജറ്റ് ഡിവിഷനുമായി ചർച്ചകൾ നടത്തി പരിശോധിച്ചു. ഓൾഡ് പെൻഷൻ സ്കീം അനുസരിച്ച് ഈ നിർദ്ദേശം നടപ്പിലാക്കിയാൽ വലിയ പെൻഷൻ ബാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സും പിന്നീട് ഇതിനായി ആവശ്യപ്പെടും. ഇത് സർക്കാരിന് വലിയ ബാധ്യതയാകും. ആയതിനാൽ നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല. എന്നാൽ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷനുകളുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് വീണ്ടും പരിശോധിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചറിനോട് നിർദ്ദേശിച്ചു. മറുപടിക്കായി കാത്തിരിക്കുന്നു. രണ്ടാമത്തേത്, 15 വർഷം പൂർത്തിയായിട്ടും കമ്മ്യൂട്ടേഷൻ എമൗണ്ട് റീസ്റ്റോർ ചെയ്യുന്നതിൽ താമസം നേരിടുന്നത്. CCS പെൻഷൻ റൂൾ 1981 അനുസരിച്ച് കമ്മ്യൂട്ടേഷൻ എമൗണ്ട് 15 വർഷങ്ങൾക്ക് ശേഷം റീസ്റ്റോർ ആകേണ്ടതാണ്. എന്നാൽ സ്പർശിലിൻ്റെ വരവോടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു. ഇതിന് മറുപടി പ്രിൻസിപ്പൽ കൺട്രോളർ PCDA നൽകിയത് 2020 സ്പർശ് പോർട്ടൽ ആരംഭിക്കുകയും പെൻഷനേഴ്സിൻ്റെ ഡാറ്റ സ്പർശിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. തത്ഫലമായി ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച 7.22 ലക്ഷം കേസുകൾ SBIയിൽ നിന്നും ലഭിച്ചവയിൽ 6 ലക്ഷം കേസുകൾ അപ്ഡേറ്റ് ചെയ്തു. 1.22 ലക്ഷം കേസുകൾ പരിശോധനയിലാണ്. മൂന്നാമത്, സ്പർശ് സംബന്ധമായ പ്രശ്നങ്ങൾ. PDV ചെയ്തത് അപ്രൂവ് ആകാൻ ധാരാളം സമയമെടുക്കുന്നു. അഡീഷണൽ പെൻഷൻ 80 വയസ്സ് പൂർത്തിയായ ശേഷവും ലഭിക്കാതെ ഇരിക്കുന്നു. ഇതിന് മറുപടി പറഞ്ഞത് പ്രിൻസിപ്പൽ കൺട്രോളർ PCDA ആണ്. പെൻഷനേഴ്സ് ഡാറ്റ വെരിഫിക്കേഷൻ സ്പർശിൽ മൈഗ്രേറ്റ് ആയതിനു ശേഷം ചെയ്യേണ്ടതാണ്. റെക്കോർഡ് ഓഫീസ് എന്നത് പെൻഷനേഴ്സിൻ്റെ ഡാറ്റയുടെ കസ്റ്റോഡിയനാണ്. നമ്മൾ നൽകുന്ന ഗ്രിവൻസുകൾ റെക്കോർഡ് ഓഫീസ് അല്ലെങ്കിൽ PAO ആണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. 80 വയസ്സിന് ശേഷമുള്ള അഡീഷണൽ പെൻഷൻ കേസുകളിൽ ഏകദേശം 3.8 ലക്ഷം പേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്പർശ് ഡാറ്റയിൽ ഇല്ല. അതോടൊപ്പം 1.4 ലക്ഷം കേസുകൾ ഇയർ ഓഫ് ബർത്തിൽ മാത്രം ഉള്ളവയാണ്. ഗവൺമെൻറ് റൂൾ അനുസരിച്ച് അത് 1 ജനുവരി അടുത്ത വർഷം എന്നാണ് നമ്മളത് ഫിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ അംഗീകരിക്കുകയും ചെയ്തു. ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത 2.4 ലക്ഷം കേസുകൾ റെക്കോർഡ് ഓഫീസിന് അപ്ഡേറ്റ് ചെയ്യാനായി നൽകിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.